ഒരു ദിവസം നമ്മൾ പാലക്കോട് നിന്നിട്ട് പിറ്റേ ദിവസം നമ്മൾ ചെന്നൈക്ക് പോകണം കേട്ടോ. പോകുന്ന വഴി ഏലഗിരി എന്ന് പറഞ്ഞിട്ടൊരു സ്പോട്ട്, ഒരു വ്യൂ പോയിൻ്റ് ആണ്. അപ്പോൾ അവിടെ ഉള്ളൊരു ചെറിയ പാർക്കാണ് കേട്ടോ ഇത്. അപ്പോൾ അവിടെ ഞങ്ങൾ കുറച്ച് നേരം കയറി ഊഞ്ഞാലൊക്കെ ആടി. മോളൂനെ ഞങ്ങൾ ഞങ്ങളുടെ കൂടെ കൊണ്ടുപോകണം കേട്ടോ. ആളെ കോളേജിൽ ഒരു ദിവസത്തെ ലീവ് എടുപ്പിച്ചിട്ട് ചെന്നൈക്ക് കൊണ്ടുപോകണം, അവിടേക്ക് ഒന്ന് കറക്കാമെന്ന് പറഞ്ഞിട്ട്. പക്ഷേ പ്ലാനൊക്കെ ഫ്ലോപ്പായി. അതൊക്കെ ലോങ് വീഡിയോയിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഉടനെ തന്നെ ലോങ് വീഡിയോ വരുന്നതായിരിക്കും. അങ്ങനെ പാർക്കിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ ഏകദേശം ഒരു 3 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും നല്ലപോലെ വിശന്നിരിക്കുമായിരുന്നു കേട്ടോ. അപ്പം സ്റ്റാർ ആമ്പൂർ ബിരിയാണി എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഇതിലാണ് നമ്മൾ കയറിയത്. ഞാൻ ഇതുവരെ ആമ്പൂർ ബിരിയാണി കഴിച്ചിട്ടില്ല. അപ്പോൾ ഇവിടുത്തെ അടിപൊളിയാണെന്ന് പറഞ്ഞ് ഇങ്ങോട്ട് വന്നതാണ്. എൻ്റെ കൂടെ ഉള്ളവരൊക്കെ മുന്നേ കഴിച്ചിട്ടുണ്ട്, ഞാൻ ആദ്യമായിട്ടാണ് കഴിക്കുന്നത്. എന്തായാലും സംഭവം നല്ല കിടിലൻ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അങ്ങനെ ഓൾമോസ്റ്റ് ഒരു 8 മണിയൊക്കെ ആയെന്ന് തോന്നുന്നു കേട്ടോ. ഞങ്ങൾ ചെന്നൈയിൽ എത്തിയപ്പോഴത്തേക്കും പാലക്കോട് നിന്ന് അത്യാവശ്യം ചെന്നൈക്ക് ദൂരം ഉണ്ടായിരുന്നു. അങ്ങനെ അവിടെ ചെന്ന് ഒന്ന് ഫ്രഷ് ആയിട്ട് ഞങ്ങൾ അവിടെയൊക്കെ നൈറ്റ് ഒന്ന് കറങ്ങാൻ വേണ്ടിയിട്ട് ഇറങ്ങി. ഫസ്റ്റ് തന്നെ ഈ ഒരു ഫുഡ് കോർട്ടിലാണ് പോയത്. അവിടെ നിന്ന് ഐസൊക്കെ കഴിച്ചിട്ട് പിന്നെ ഞങ്ങൾ നേരെ ഈ ഒരു ഫേമസ് കടയിലേക്കാണ് കേട്ടോ പോയത്. ഇവിടുത്തെ ഒരു ബട്ടർ ബണ്ണുണ്ട്, അടിപൊളിയാണെന്നും പറഞ്ഞ് ഞങ്ങളെ കൊണ്ടുപോയതാണ് അവിടുത്തെ കസിൻസ്. സംഭവം നല്ല കിടിലനായിരുന്നു കേട്ടോ. ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ട്. ഞാനാണെങ്കിൽ അത്യാവശ്യം ടയേർഡായിരുന്നു, അതുകൊണ്ട് മേക്കപ്പും കാര്യങ്ങളൊന്നും ഇടാതെയാണ് പോയത്. അവിടെ വെച്ച് ഞങ്ങൾ ഈ ബണ്ണ് കഴിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്കും ഒരാൾ ഓടി വന്നിട്ട് എൻ്റെ വീഡിയോസൊക്കെ കാണാറുണ്ട്, എപ്പോഴാണ് ചെന്നൈയിൽ എത്തിയെന്നൊക്കെ ചോദിച്ചിട്ട് നമ്മളൊരു സബ്സ്ക്രൈബർ സത്യം പറഞ്ഞാൽ ഞെട്ടിപ്പോയി അവരെ കണ്ടപ്പോഴത്തേക്കും. പെട്ടെന്ന് അവർ പോയതുകൊണ്ട് വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെ ബണ്ണൊക്കെ കഴിച്ചിട്ട് വെറുതെ ഞങ്ങൾ നടക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നടക്കുവാണ്. കുറച്ചങ്ങോട്ട് നടന്നിട്ട് തിരിച്ച് പിന്നെ ഞങ്ങൾ റൂമിലേക്ക് പോയി. റൂമിലെത്തി കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ കസിൻസ് പറഞ്ഞത് രോമാഞ്ചത്തിൽ ആ ഒരു ഒരു സീനുണ്ടല്ലോ, ഇങ്ങനെ ബൈക്കിൽ വരുമ്പോഴത്തേക്ക് ഫുള്ള് ലൈറ്റ് ഓഫ് ആക്കി പോകുന്നത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ആ ഒരു സീൻ ഷൂട്ട് ചെയ്തത് അവിടെ അടുത്താന്ന് പറഞ്ഞിട്ട് നമ്മൾ നിൽക്കുന്ന റൂമിൻ്റെ അവിടെ നിന്ന് ഒരു 100 മീറ്റർ പോയാലാണ് ആ ഒരു പ്ലേസ്. അങ്ങനെ ഇവന്മാരത് കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ കൊണ്ടുപോയതാണ്. ഈ ഒരു സീൻ ഷൂട്ട് ചെയ്ത സ്ഥലമാണ് കേട്ടോ. ഞാൻ ചുമ്മാ ഇവന്മാരോട് പറഞ്ഞു ഞാൻ വിശ്വസിക്കത്തൊന്നുമില്ല ഇവിടെയൊന്നും അല്ലെന്ന് പറഞ്ഞപ്പോഴത്തേക്കും അതിൽ കാണിച്ച ഓരോ സ്പോട്ട്, അതായത് ഓരോ അടയാളങ്ങൾ എടുത്തെടുത്ത് വീഡിയോയിലും നേരിട്ട് ഞങ്ങളിങ്ങനെ കാണിച്ചു തരുന്നുണ്ടായിരുന്നു. സംഭവം ഇവിടെ തന്നെയാണ് കേട്ടോ ഷൂട്ട് ചെയ്തത്. പിന്നെ അവിടെ ഞങ്ങൾ ജസ്റ്റ് ബൈക്കിലൊന്ന് കുറച്ച് നേരം ചുറ്റിക്കറങ്ങിയിട്ട് തിരിച്ച് റൂമിലേക്ക് പോയി. ഞങ്ങൾ 4 പേരും മാത്രമാണ് കേട്ടോ വന്നത്, ബാക്കിയുള്ളവരൊക്കെ റൂമിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അവിടെ ചെന്ന് ഫുഡൊക്കെ കഴിച്ച് നമ്മൾ പിന്നെ നേരെ പോയി കിടന്നുറങ്ങി.